നമസ്കാരം. ഇറാനിൽ വധശിക്ഷകളുടെ എണ്ണം ഭീതിജനകമായി ഉയരുന്നതായി അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ വെളിപ്പെടുത്തുന്നു. നോർവേയിൽ പ്രവർത്തിക്കുന്ന ഇറാൻ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ പുറത്തുവിട്ട പുതിയ റിപ്പോർട്ട് പ്രകാരം 2024 മാത്രമായി 1000-ലധികം പേരെയാണ് വധശിക്ഷയ്ക്ക് ഇരയാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ മാത്രം 64 പേരെയാണ് പൊതു വധശിക്ഷകൾക്ക് ഇരയാക്കിയത്. തെക്കൻ ഇറാനിലെ ഫാഴ്സ് പ്രവിശ്യയിലെ ബെയ്റാം പട്ടണത്തിൽ അടുത്തിടെ നടന്ന ക്രൂരമായ വധശിക്ഷ ലോകശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. സജാദ് മാലൈ ഹക്കാനി എന്ന യുവാവിന്റെ കണ്ണുകെട്ടി കൈകൾ പിന്നിലാക്കി കെട്ടി ക്രെയിനിൽ തൂക്കിലേറ്റി കൊല്ലുകയായിരുന്നു. സമയം ഒരുപാട് എടുത്താണ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയത്. ഈ സമയം സംഭവസ്ഥലത്ത് കുടുംബാംഗങ്ങളിൽ നിന്നുള്ളവർ പോലും എത്തി കൈകൊട്ടുകയും ആഹ്ലാദം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇത് മനുഷ്യാവകാശങ്ങളുടെ നിർഭാഗ്യകരമായ ലംഘനം, ക്രൈം അഗെയിൻസ്റ്റ് ഹ്യൂമാനിറ്റി എന്നാണ് സംഘടനയുടെ വിലയിരുത്തൽ. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ മാത്രം 64 പേരെയാണ് പൊതു വധശിക്ഷകൾക്കിരയാക്കിയത്. വധശിക്ഷകൾ കൂടുതലും പൊതു ഇടങ്ങളിലാണ് നടക്കുന്നത്. കുറ്റവാളികളെ ക്രെയിനുകൾ ഉപയോഗിച്ച് തൂക്കിലേറ്റി കൊല്ലുന്നതാണ് പതിവ്. കഴുത്തുപൊട്ടാതെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന ഇത്തരം രീതികൾ പലപ്പോഴും 45 മിനിറ്റ് വരെ എടുക്കുന്നുവെന്നാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ വ്യക്തമാക്കുന്നത്. മിക്കവാറും വധശിക്ഷകൾ മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങൾക്കും കൊലപാതകങ്ങൾക്കും വേണ്ടിയാണെങ്കിലും രാഷ്ട്രീയ പ്രതിപക്ഷക്കാരും കലാകാരന്മാരും ഉൾപ്പെടെ ശിക്ഷിക്കപ്പെടാറുണ്ട്. ഇറാനിലെ കിസാസ് നിയമപ്രകാരം കൊലക്കുറ്റത്തിന് ശിക്ഷ വിധിക്കുമ്പോൾ ഇരകളുടെ ബന്ധുക്കൾക്ക് രക്തപരിഹാരം വാങ്ങാനോ അല്ലെങ്കിൽ പ്രതിയെ തൂക്കിലേറ്റാനോ അധികാരമുണ്ട്. പലപ്പോഴും കുടുംബാംഗങ്ങൾ അവസാന നിമിഷം ക്ഷമ പ്രഖ്യാപിച്ച് വധശിക്ഷ നിർത്തിവെക്കുന്ന സംഭവങ്ങളും നടക്കാറുണ്ട്. എന്നാൽ ക്ഷമ ലഭിക്കാത്തവർക്ക് ക്രൂരമായ പുതുവധശിക്ഷയാണ് വിധി. ഭയാനകമായ കാര്യം, പെൺകുട്ടികൾക്കുള്ള വധശിക്ഷാ പ്രായം വെറും 9 വയസ്സിൽ ആരംഭിക്കുന്നു എന്നതാണ്. ബാല്യത്തിൽ തന്നെ മരണഭീതിയിൽ കഴിയേണ്ടി വരുന്ന അവസ്ഥ മനുഷ്യാവകാശ സംഘടനകളെ ഏറ്റവും അധികം ഉലച്ചിരിക്കുകയാണ്. ഇറാനിലെ നീതിന്യായ വ്യവസ്ഥകളിലും വലിയ വീഴ്ചകളുണ്ട്. ഇറാനിലെ വിചാരണ വളരെ കുറച്ച് സമയം കൊണ്ടാണ് പൂർത്തിയാകുന്നത്. 45 മിനിറ്റിനുള്ളിൽ തന്നെ പല വിചാരണകളും പൂർത്തിയാകുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ട്. പ്രതികൾക്ക് സ്വന്തം പക്ഷം അവതരിപ്പിക്കാനുള്ള അവസരം പോലും ലഭിക്കാതെ കേസുകൾ അനവധിയാണ്. പീഡനത്തിലൂടെ സമ്മർദ്ദം ചെലുത്തി നടത്തുന്ന കുറ്റസമ്മതങ്ങൾ പൊതുവെ തെളിവായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. സ്ത്രീകളുടെ സാക്ഷിമൊഴികൾക്ക് പുരുഷന്മാരുടെ അപേക്ഷിച്ച് പകുതി മാത്രമേ അംഗീകാരമുള്ളൂ. ഇറാനിലെ ചില ശ്രദ്ധേയമായ കേസുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അതിലൊന്നാണ് ഭരണകൂടത്തെ വിമർശിച്ച ഗാനങ്ങൾ പാടിയതിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട റാപ്പ് ഗായകൻ ടുമാജ സലോറിയുടെ കേസ്. എന്നാൽ അന്താരാഷ്ട്ര പ്രതിഷേധത്തെ തുടർന്ന് പിന്നീട് അദ്ദേഹത്തെ മോചിപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത്. നിരവധി കേസുകളിലാണ് ചെറുതും വലുതുമായതിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നത്. കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 2010 മുതൽ 8800-ലധികം വധശിക്ഷകൾ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2023 മാത്രം 834 പേരും 24 ഓഗസ്റ്റ് വരെയുള്ള കണക്കെടുത്തപ്പോൾ 975 പേരും വധിക്കപ്പെട്ടിരിക്കുന്നു. ഇതിൽ 31 പേർ സ്ത്രീകളും ഒരു കുട്ടിയും ഉള്ളതായാണ് റിപ്പോർട്ട്. അതേസമയം ഐക്യരാഷ്ട്രസഭയിലടക്കം ഇറാനെതിരെ ശക്തമായ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. പ്രസിഡന്റായ മസൂദ് പെഷസ്കിയാൻ ലോകസഭയിൽ ഇറാൻ സമാധാന സ്നേഹികളുടെയും വിശ്വാസ സുഹൃത്തുക്കളുടെയും കൂട്ടാളികളാണ് എന്നാണ് പ്രസംഗിച്ചത്. ആ പ്രസംഗിച്ച ദിവസം തന്നെ രാജ്യത്തിനുള്ളിൽ 8 രാഷ്ട്രീയ തടവുകാർ വധിക്കപ്പെട്ടുവെന്ന് റിപ്പോർട്ടുകളുണ്ട്. 200 പേരാണ് ആ ആഴ്ച മാത്രം മരിച്ചതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. എന്തായാലും ഇറാനിലെ ഈ രീതികളും ഈ നിയമങ്ങളുമെല്ലാം ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. വർദ്ധിച്ചു വരുന്ന ഈ വധശിക്ഷകളുടെ എണ്ണം ഭീതിജനകവുമാണ്.